ലോകം കണ്ട ഏറ്റവും വലിയ ഫുട്ബോൾ താരം ആരെന്ന ചോദ്യത്തിന് ഉത്തരം ഒന്നേയുള്ളൂ: പെലെ. ബ്രസീലിലെ റിയോ ഡി ജനീറോയ്ക്ക് സമീപമുള്ള ബൗറുവിലെ തെരുവിൽ പന്തു തട്ടി നടന്ന എഡിസൺ ആരാൻസ് ദോ നാസിമെന്റോ എന്ന ദരിദ്ര ബാലൻ പിന്നീട് പെലെയാവുകയായിരുന്നു. പെലെയുടെ പ്രശസ്തി ബ്രസീലിനും ഫുട്ബോളിനുമൊക്കെ മുകളിലായി. പെലെയുടെ കഥ പറഞ്ഞാലേ ഫുട്ബോളിന്റെ ചരിത്രം പൂർത്തിയാവുകയുള്ളൂ. ബ്രസീലിലെ മിനാസ് ഗിറേസ് സംസ്ഥാനത്തിൽപ്പെട്ട ട്രെസ് കൊരക്കോസിലെ ഒരു സാധാരണ കുടുംബത്തിലായിരുന്നു എഡ്സൺ ആരസൻ ദ നാസിമെന്റോയുടെ ജനനം. 1940 ഒക്ടോബർ 23 രാത്രി പിറന്നു വീണ കുട്ടി പിന്നെ ഫുട്ബോളിന്റെ ചക്രവർത്തിയായത് ദൈവനിയോഗം. ഫുട്ബോളിന്റെ പൂർണ്ണതയായിരുന്നു പെലെ. സമർപ്പണവും ഏകാഗ്രതയും കഠിനപ്രയത്നവും പെലെയെ ഫുട്ബോളിന്റെ ചക്രവർത്തിയാക്കി. നീണ്ട പാസാണെങ്കിലും നേരിയ പാസാണെങ്കിലും ഇടംകാലാണെങ്കിലും വലംകാലാണെങ്കിലും അതുല്യമായ കൃത്യതയോടുകൂടി ഗോളാക്കുന്നതിൽ പെലെ പ്രത്യേക മികവ് പുലർത്തി. പന്തടക്കത്തിൽ മികച്ച നിയന്ത്രണം, എതിരാളിയുടെ ഓരോ നീക്കവും എന്തെന്ന് മുൻകൂട്ടി അറിയുവാനുള്ള ബുദ്ധി, ഇതെല്ലാമാണ് അദ്ദേഹത്തെ ഫുട്ബോൾ പ്രേമികളുടെയും കായിക ലോകത്തിന്റെയും പ്രിയപ്പെട്ടവനാക്കിയത്. ഇൻസൈഡ് ലെഫ്റ്റ് പൊസിഷനിൽ കളിക്കുന്നതിലായിരുന്നു പെലെ ഏറെ മികവ് കാട്ടിയത്. 5 അടി 8 ഇഞ്ച് മാത്രം പൊക്കമുള്ള പെലെ പന്ത് ഹെഡ് ചെയ്ത് ഗോളാക്കുന്നതിൽ പ്രത്യേക നൈപുണ്യം പുലർത്തി. പെലെയുടെ ആകെ ഗോളുകളുടെ എണ്ണത്തിൽ പല അഭിപ്രായങ്ങളുണ്ട്. മൊത്തം 1363 മത്സരങ്ങളിൽ നിന്ന് 1281 ഗോൾ എന്നതാണ് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ഗോളുകളിൽ ബ്രസീൽ ദേശീയ ടീമിന് വേണ്ടി മാത്രം അടിച്ചത് 95 ഗോളുകളാണ്. പെലെ 2 ക്ലബ്ബുകൾക്ക് വേണ്ടി മാത്രമേ കളിച്ചിട്ടുള്ളൂ. ബ്രസീലിന്റെ സാന്റോസ് 1956 മുതൽ 1974 വരെ. USA ന്യൂയോർക്ക് കോസ്മോസ്, അത് 1975 മുതൽ 1977 വരെ. 1977 തൻ്റെ അവസാന മത്സരത്തിനിറങ്ങിയ പെലെ പിന്നീട് സ്വന്തം വ്യവസായ സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയായിരുന്നു. 1995 ബ്രസീലിലെ സ്പോർട്സ് മന്ത്രിയായി. 2000 രാജ്യാന്തര ഒളിമ്പിക്സ് കമ്മിറ്റി പെലെയെ നൂറ്റാണ്ടിന്റെ താരമായി തിരഞ്ഞെടുത്തു. അതുപോലെ രാജ്യാന്തര ഫുട്ബോൾ സംഘടനയായ ഫിഫ അക്കൊല്ലം നൂറ്റാണ്ടിന്റെ ഫുട്ബോൾ താരമായി തിരഞ്ഞെടുത്തതും പെലെയെ തന്നെയായിരുന്നു. പെലെ 1958, 1962, 1970 ലോകകപ്പുകൾ ബ്രസീലിന് സമ്മാനിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. 1958 സ്വീഡനിൽ നടന്ന 6ാം ലോകകപ്പിലാണ് പെലെ അരങ്ങേറ്റം കുറിച്ചത്. അതായത് 1958 ജൂൺ 16. അന്ന് പെലെയ്ക്ക് പ്രായം വെറും 17 വയസ്സ് മാത്രം. പിന്നീട് നീണ്ട 12 വർഷം വിവിധ രാജ്യങ്ങളിൽ നടന്ന ലോകകപ്പുകളിൽ സജീവ സാന്നിധ്യമായിരുന്നു പെലെ എന്ന 2 വാക്ക്. ആകെ 4 ലോകകപ്പുകളിൽ പങ്കെടുക്കുകയും 14 മത്സരങ്ങൾ കളിക്കുകയും ചെയ്ത പെലെയുടെ പേരിലായിരുന്നു ഒരു കാലത്ത് ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ എന്ന റെക്കോർഡ്. ലോകകപ്പിൽ പെലെയുടെ ആകെ ഗോളുകളുടെ എണ്ണം 12 ആണ്. പെലെ കാൽപന്ത് കളിയോട് വിട പറഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. എങ്കിലും ലോക ഫുട്ബോളിന്റെ പ്രതീകം പെലെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ.